ആറ്റുകാൽ പൊങ്കാല. തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന ലോകപ്രസിദ്ധമായ സ്ത്രീകളുടെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നു. ഇവിടെ ദാരികവധത്തിനു ശേഷം എഴുന്നള്ളുന്ന ഭദ്രകാളിയെ സന്തോഷിപ്പിക്കാനായി ലക്ഷക്കണക്കിന് സ്ത്രീകൾ അടുപ്പുകൂട്ടി പൊങ്കാല നൈവേദ്യം അർപ്പിക്കുന്നു. 10 ദിവസത്തെ ഉത്സവത്തിന്റെ 9ാം ദിവസമാണ് പൊങ്കാല. പണ്ടാര അടുപ്പിൽ തീ കൊളുത്തുന്നതോടെ നഗരത്തിലുടനീളം പൊങ്കാല അടുപ്പുകൾ തയ്യാറാവും. ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം. കണ്ണകി ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് പൊങ്കാല. പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം കോപം അടങ്ങിയ ഭഗവതിക്ക് ഭക്തർ പൊങ്കാല നിവേദ്യം നൽകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ഉത്സവം എന്ന നിലയിൽ ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് ബുക്കിൽ ഇടം നേടി. പൊങ്കാലയുടെ പ്രാധാന്യം. ആറ്റുകാലമ്മയെ ഭജിച്ചാൽ ആഗ്രഹ സാഫല്യവും ആപത്തുകളിൽ നിന്ന് സംരക്ഷണവും ലഭിക്കും. പുതിയ മൺപാത്രത്തിൽ പൊങ്കാല ഇടുന്നതാണ് ദേവിക്ക് ഇഷ്ടം. ആറ്റുകാലമ്മയെ പ്രീതിപ്പെടുത്താൻ വീടുകളിലും പൊങ്കാല അർപ്പിക്കാറുണ്ട്. പണ്ടാര അടുപ്പിലെ അഗ്നിയിൽ നിന്നും തീ പകർന്ന് കോടിക്കണക്കിന് അടുപ്പുകൾ ഒരുമിച്ച് ജ്വലിക്കുന്ന കാഴ്ച വളരെയേറെ ഭക്തി സാന്ദ്രമാണ്. ദേവിക്കുള്ള ആത്മസമർപ്പണമാണ് പൊങ്കാല. പൊങ്കാല അർപ്പിച്ച് ദേവിയോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണ്. തിളച്ചു മറിയുക എന്നാണ് പൊങ്കാല എന്ന വാക്കിനർത്ഥം. തിളച്ചു മറിഞ്ഞു തൂവുമ്പോഴാണ് പൊങ്കാല സമർപ്പണം പൂർണ്ണമാവുന്നത്. ഓരോ ദിക്കിലേക്ക് തിളച്ചു തൂവുന്നതിന് ഓരോ ഫലങ്ങളാണ്. കിഴക്കോട്ട് തിളച്ചു തൂവിയാൽ ഏറ്റവും ഉത്തമം. വടക്കോട്ട് തിളച്ചു തൂവിയാൽ ആഗ്രഹ സാഫല്യത്തിന് ഇത്തിരി താമസം വരും. പടിഞ്ഞാറോട്ടാണെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ വരും. തെക്കോട്ടായാൽ ദുരിതങ്ങളും ക്ലേശങ്ങളും മാറിയിട്ടില്ല എന്നാണ് അർത്ഥം. ദുരിതശാന്തിക്കായി ദേവീ ഭജനം, നവഗ്രഹ പ്രീതി വഴിപാടുകൾ എന്നിവ ഭക്തിപൂർവ്വം അനുഷ്ഠിക്കണം. ആറ്റുകാൽ പൊങ്കാലയിടുന്ന സമയത്ത് ദേവീ ഭജനം ഏറ്റവും അഭികാമ്യമാണ്. ലളിതാ സഹസ്രനാമമോ അതല്ലെങ്കിൽ സർവ ഐശ്വര്യത്തിനുമായി സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. പൊങ്കാല ചോറ് ബാക്കി വന്നാൽ പുറത്തേക്ക് കളയരുത്. അഥവാ ബാക്കി വന്നാൽ ഒഴുകുന്ന വെള്ളത്തിലോ മീനിനോ പക്ഷികൾക്കോ പശുവിനോ നൽകാവുന്നതാണ്. ഈ വർഷത്തെ പൊങ്കാല എല്ലാവർക്കും എല്ലാവരുടെയും അഭീഷ്ടകാര്യങ്ങളും സാധിക്കുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു.